ആളവിടെ കൊള്ളാവുന്ന വല്ല ആണോടെ? സോറി, ഞാൻ ഉപയോഗിച്ച് നോക്കിയില്ല. അതല്ല, പിന്നെ സ്റ്റാൻഡേർഡ് കേസാണോ? എന്താണ് നീ വിചാരിച്ചു? ഞാൻ ആരാന്ന് എനിക്ക് അറിയില്ലോ. വയ്ക്കണ ഫോൺ. കണ്ടിട്ടൊരു കൂതറ സെറ്റപ്പ് ഉണ്ട്. 2000 രൂപയ്ക്ക് ഞാൻ മിസ് കേരള കൊണ്ടുവരാടാ. ഈ സെറ്റപ്പ് ഒക്കെ നടക്കും. എന്തേലും ആട്ടെ, അതിനെ വിളിച്ച് അകത്തോട്ട് കയറി ആരെങ്കിലും കാണുന്നതിന് മുമ്പ്. ചേച്ചി ചാച്ചിയാ? ഞാൻ എപ്പോഴാണ് ചക്ക നിന്റെ ചേച്ചിയായത്? അല്ല, കുഞ്ഞുമാവ കേറ്. മുത്ത് സുന്ദരനാണല്ലോ. എന്താ നോക്കുന്നേ? ഹേയ്, റെയ്ഡ് വന്ന എസ്കേപ്പ് ആവാനുള്ള ഗ്യാപ്പ് ഉണ്ടോ നോക്കിയതാ. എന്റെ കർത്താവ്! അയ്യോ, മുത്ത് പേടിക്കണ്ട, എനിക്ക് പ്രായപൂർത്തിയായതാ. അയ്യടാ, ഞങ്ങള് വിചാരിച്ചു മധുര16ആണെന്ന്. പോടാ കള്ള. അപ്പോ തുടങ്ങാല്ലേ? തുടങ്ങാനാ? എന്ത് വെച്ചോ? പിന്നെ ഇങ്ങോട്ട് വന്നേച്ചാ മതി. ഞങ്ങക്കേ യൂണിയനൊക്കെ ഉള്ളതാ. അതെ, ആവശ്യക്കാരൻ ഇവനല്ല, ആളിപ്പ എത്തും. അത് ശരി. അപ്പൊ കസ്റ്റമർ എത്തിയിട്ടില്ലേ? വെറുതെ ടൈം വേസ്റ്റ് ആക്കിയല്ലോ. അല്ല, അപ്പൊ നിങ്ങൾ രണ്ടാലും ബ്രോക്കർമാരാ? അതെ, എന്റെ നമ്പർ സേവ് ചെയ്തോട്ടോ, ആവശ്യം വരും. എടാ, ഈ കാണുന്ന പോലൊന്നും അല്ല. പൂനമ്മാവ് സരിത എന്ന് പറഞ്ഞ ഫേസ്ബുക്കിൽ വരെ ഫേമസ് അല്ലേ? ഭയങ്കര ഡിമാൻഡ് അല്ലേ? എന്തോരം ലൈക്സാ കിട്ടിയിരിക്കുന്നെന്ന് അറിയോ? എന്ത് ലൈക്ക് ആണെങ്കിലും അയാൾ വരുന്നവരെ നമുക്ക് പുറത്തിറങ്ങി നിൽക്കാം. അതെ, ഞങ്ങളൊന്ന് പുറത്തു പോയിട്ട് വരാം. ആള് വരുമ്പോ ഇങ്ങോട്ട് പറഞ്ഞു വിടാട്ടാ. അതുവരെ ചേച്ചി വിളിച്ചാച്ചിക്കോ അല്ലേ? ആ ഹലോ ഇക്കാ, നിങ്ങൾ നല്ല ആളാ. ഓ, എന്തൊരു കൃത്യനിഷ്ഠത. ദേ വരണു കാമഭ്രാന്തൻ. ഞാൻ വയ്യോ? വളരെ കറക്റ്റാ. ആളിപ്പ ലാൻഡ് ചെയ്തോളൂ. സാർ അതോട്ടെ. ആയിക്കോട്ടെ സാർ, മറക്കല്ലേ. പൊല്യൂഷൻ കൺട്രോൾ ഓഫീസറോടാ സുരക്ഷയുടെ കാര്യം പറയുന്നത്. നീ വന്നേ, വിശന്നിട്ട് കണ്ണു കാണില്ല. നിക്കടാ, ഇതൊന്ന് കഴിഞ്ഞിട്ട് മനസമാധാനമായിട്ട് പോയി കഴിക്കാം. അതെ, വിശന്ന് ചത്തിട്ട് പിന്നെ ബിരിയാണി കുഴിച്ചിട്ടിട്ട് ഒരു കാര്യമില്ല. നിനക്ക് തീറ്റയുടെ കാര്യം മാത്രം. അയാളാ വാ. അപ്പൊ ഇനി ഐശ്വര്യായി പോയി തുടങ്ങിക്കോ. താങ്ക് യു സർ, ഈ ഉപകാരം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. ഓ ഓ, അപ്പൊ കാണാം. ഓ, ഞാൻ വിളിക്കും, എടുക്കണേ. മുത്ത് ധൈര്യമായിട്ട് വിളിച്ചോന്ന്. ഇനി ആ പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഒപ്പും കൂടെ കിട്ടിയാൽ നമ്മളെ രക്ഷപ്പെട്ടു. അയാളെ വീഴ്ത്താനാ പണി. അവനാ നായരുടെ വലം കയ്യാ. പോരാത്തനായ അശ്വതിയുടെ മേലൊരു നോട്ടമുണ്ട്. ദൈവമായിട്ട് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരുമായിരിക്കും. അതെ, ആരാ എന്നെ കുടുംബത്തുണ്ടാക്കുന്നേ? ഈ മുതൽ പോയില്ലേ? നിങ്ങൾക്കൊരു ഓട്ടോ പിടിച്ചങ്ങ് പോയിക്കൂടെ? ഈ പാതിരാത്രിയിലോ? എന്നിട്ട് വേണം ചീത്തപ്പേര് വെക്കാൻ. 2-3 വയസ്സുള്ള പിള്ളേർക്ക് ഇവിടെ രക്ഷയില്ല. അപ്പോഴാ എന്റെ കാര്യം. നല്ല പേരുള്ള ഒരു ചരക്ക്. അതെ, ഈ സാധനത്തിനൊന്നും വീട്ടിൽ കൊണ്ടുവിടാൻ എന്നെ കിട്ടില്ലാട്ടാ. അതെ, ഇതെന്തിനാന്ന് മനസ്സിലായടാ? ഇനി മേലാൽ ഒരൊറ്റ പെണ്ണിന്റെ മുഖത്ത് നോക്കി മുതല് ചരക്ക് പീസ് എന്നൊക്കെ വിളിക്കരുത്, കേട്ടാ പാട്ടി. വേറെന്ത് ഞാൻ സഹിക്കും. ഇവിടെ എവിടാന്ന് വെച്ചാ കൊണ്ട് നാക്ക്. For more updates, like, comment, subscribe to our channel.
Hey darlings, గంటని click చేయడం మర్చిపోకండి.